ഔദ്യോഗിക ഓണാഘോഷ പരിപാടികളിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം ഔപചാരികമായ ഉദ്ഘാടനം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. നൂറുകണക്കിന് കലാകാരന്മാർ അണിനിരക്കുന്ന നിരവധി വർണ്ണാഭമായ പരിപാടികളാണ് തലസ്ഥാന നഗരത്തെ കാത്തിരിക്കുന്നത്. അമൃത ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. അമൃത, എപ്പോഴാണ് ഉദ്ഘാടനം? പങ്കാളിത്തം കൊണ്ട് ഉദ്ഘാടനത്തിന് മുമ്പേ ശ്രദ്ധേയമാവുകയാണോ ഔദ്യോഗിക വാരാഘോഷം? തീർച്ചയായിട്ടും അബ്ജോദ്, ഇനി കനകക്കുന്നിൽ ഈ ഓണം വാരാഘോഷത്തിന് തിരിതെളിയാൻ അല്പം നിമിഷങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. ഈ സ്റ്റേജിലൊക്കെ തന്നെ ഇപ്പോൾ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ മന്ത്രിയെ നമുക്ക് കാണാം, മുഖ്യമന്ത്രിയും അതുപോലെ വിശിഷ്ടാതിഥിയായിട്ടുള്ള കുഞ്ചാക്കോ ബോബനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് മന്ത്രി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ മിനിസ്റ്ററെ, ആഘോഷങ്ങളെല്ലാം തുടങ്ങാൻ പോവുകയാണ്, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി, എന്താണ് പറയാനുള്ളത്? എല്ലാം ഇപ്പോൾ റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഇവിടെ സെക്രട്ടറി ഉണ്ട്, ഡയറക്ടറുണ്ട്, MLA-മാര് എല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ CM എത്തും. ഔപചാരികമായ ഉദ്ഘാടനം നടക്കും. അതിനുശേഷം ശോഭനയുടെ നൃത്താവതരണം ഉണ്ടാവും. ഇപ്പൊ അല്പസമയത്തിനുള്ളിൽ മലയാളികളുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ, ചാക്കോച്ചൻ ഇവിടെ എത്തും. ജനങ്ങളാകെ ഒരു ഉത്സവ പ്രതീതിയിലാണ്. ഇന്നലെ തന്നെ ഇവിടെ ഫുഡ് ഫെസ്റ്റിവലും ദീപാലങ്കാരങ്ങളുടെ ഉദ്ഘാടനവും ട്രേഡ് ഫെയറും എല്ലാം തുടങ്ങി. അപ്പൊ ഇന്ന് ഈ തിരുവനന്തപുരം നഗരം മുഴുവൻ ഇനി ഒരു 7 ദിവസത്തേക്ക് വേറെ ഒന്നും ഉണ്ടാവത്തില്ല, ഓണം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഉത്സവ പ്രതീതിയായിരിക്കും. ഉത്സവ പ്രതീതിയല്ല, ഉത്സവമായിരിക്കും. മഴ ചെറുതായിട്ടുള്ളതൊരു ആശങ്കയുണ്ടോ? മഴയൊന്നും ഒരു പ്രശ്നമല്ല. ഓണത്തിന്റെ മുമ്പിൽ മഴയൊന്നും ഒരു വിഷയമല്ല. എത്ര മഴയാണെങ്കിലും ആളുകൾ ഓണം ആഘോഷിക്കും. ഓണം ഒന്നു വെച്ചും മാറ്റിവെക്കുന്ന ഒരു ആഘോഷമല്ല. എന്ത് സാഹചര്യത്തിലും മലയാളികൾ ഓണം ആഘോഷിക്കും. ഇപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങൾ വരിക, ആഘോഷിക്കുക, പോവുക. അപ്പോൾ ഈ 7 ദിവസം കനകക്കുന്നില് ഉറക്കമേ ഉണ്ടാവത്തില്ലെന്ന് പറയല്ലേ? ഇല്ല, കനകക്കുന്ന് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാലും ആളുകൾ നഗരത്തിലേക്ക് ഇറങ്ങുകയാണ്. നഗരം പ്രകാശത്തിൽ മുങ്ങി നിൽക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് അവർക്ക് കലാപരിപാടികൾ ആസ്വദിക്കാം. കലാപരിപാടികൾ ആസ്വദിക്കാൻ തന്നെ ഇവിടെ മാത്രമല്ല, ഇവിടെ നിശാഗന്ധി, താഴെ പിന്നെ എന്താണ് പറയുന്നത്, താഴത്തെ സ്ഥലത്തിന് സോപാനം, സൂര്യകാന്തി, സോപാനം മേളിലുണ്ട്. അത് കഴിഞ്ഞാൽ വൈലോപ്പള്ളിയിലുണ്ട്. അത് കഴിഞ്ഞാൽ ഭാരത് ഭവനിലുണ്ട്, പബ്ലിക് ഓഫീസിന്റെ അവിടെയുണ്ട്. അങ്ങനെ ഈ നഗരം നിറയെ പൂജപ്പുരയിലുണ്ട്, സെൻട്രൽ സ്റ്റേഡിയത്തിലുണ്ട്, കരമനയിലുണ്ട്, കോവളത്തുണ്ട്, വെള്ളാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ എവിടേക്ക് പോയാലും ഓണമുണ്ട്. അതിനുള്ള വിപുലമായ സൗകര്യങ്ങളാണ്. ഈ നഗരത്തിലെ ഓണാഘോഷങ്ങൾക്ക് മാത്രമായി 3000-ഓളം കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. 3000-ഓളം. ഒരുപക്ഷെ ഇത്രയും അധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു ഇവന്റ് ഉണ്ടാവത്തില്ല. 7 ദിവസത്തിനുള്ളിൽ 3000 കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. അപ്പോ അബ്ജോദ്, അത് തന്നെയാണ് വമ്പൻ പരിപാടിയാണ് ഈ ഓണാഘോഷം. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 35 വേദികളിൽ ഏകദേശം 340 കലാരൂപങ്ങൾ, അതിൽ തന്നെ നാടൻ കലകളുണ്ട്, കഥകളിയുണ്ട്, അതുപോലെ മ്യൂസിക്, ഫ്യൂഷൻ, അങ്ങനെ അതുപോലത്തെ പരിപാടികളുണ്ട്. അങ്ങനെ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നിവിടെ കനകക്കുന്നിൽ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടന ചടങ്ങ്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി എത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വിശിഷ്ടാതിഥിയായിട്ടുള്ള കുഞ്ചാക്കോ ബോബനും എത്തും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ശോഭനയുടെ, സിനിമാ താരം ശോഭനയുടെ നൃത്തപരിപാടി ഉണ്ടായിരിക്കും. അങ്ങനെ പരിപാടിയോട് കൂടിയാണ് നിശാഗന്ധിയിൽ പരിപാടികൾ ആരംഭിക്കുക. പിന്നീട് ഇനി അങ്ങോട്ട് 7 ദിവസവും ഈ പറഞ്ഞ പോലെ 35 വേദികളിലായി ഏകദേശം 3000-ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന വിപുലമായ പരിപാടികളാണ് തിരുവനന്തപുരത്ത് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ